എല്ലാ എക്സ്പീരിയൻസും സ്റ്റാൻസ് വരെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 2 വാക്ക് താങ്ക്സ് ആയിട്ട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് എന്നെ ക്ഷണിക്കുകയും ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത രാജിവെച്ച ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. സ്നേഹബഹുമാനപ്പെട്ട രാജിവെച്ച, സ്നേഹബഹുമാനപ്പെട്ട ഡീക്കൺ ആൻ്റണി, അതോടൊപ്പം തന്നെ കൈക്കാരന്മാരെ, കമ്മിറ്റിക്കാരെ, ഇടവക അംഗങ്ങളെ, ഇന്ന് കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കുവാനും എന്നോടുകൂടി ആയിരിക്കുവാനും ഈ ഫംഗ്ഷനിലായിരിക്കാനും സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ കാണുന്നതിൽ നിങ്ങളോട് 2 വാക്ക് നന്ദി പറയുന്നതിന്, നിങ്ങളാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഈ അവധിക്കാലത്ത് ഇത്രയും പേരെങ്കിലും ഇവിടെ ആയിരിക്കുന്നതിൽ, കാണുന്നതിൽ സന്തോഷം. അപ്പോൾ ആദ്യമായി തന്നെ രാജിവെച്ചന് ഇന്ന് എന്നെ പ്രത്യേകമായി ക്ഷണിക്കുകയും ഈ വേദി ഇവിടെ ഒരുക്കുകയും ഒരു വാക്ക് വിടവാങ്ങുക, അതായത് ബൈ ബൈ പറയുന്നതിന് എനിക്ക് ഒരവസരം നൽകുകയും ചെയ്ത രാജിവെച്ചന് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഇടവകയിൽ ഈ ഇടവ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വരുവാനും ഈ ദേവാലയത്തിൽ, ഇത്രയും മനോഹരമായ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും എനിക്ക് അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടവയിലായിരുന്നുകൊണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്മസ് കരോളിനും അതോടൊപ്പം തന്നെ വാർഡ് പ്രവർത്തനയ്ക്കൊക്കെ നിങ്ങളുടെ വീടുകളിൽ വരികയും കുറേ പേരെല്ലാം എനിക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും സാധിച്ചു. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുക്കുവാനും എനിക്ക് സാധിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് കമ്മ്യൂണിയൻ കൊടുക്കുക എന്നുള്ള ഈ കർത്തവ്യം, ഈ അച്ഛൻ രാജിവെച്ച് നൽകിയ ഈ കർത്തവ്യം എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. കാരണം ഇവിടെ കുർബാനയ്ക്ക് വരുമ്പോൾ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക, നിങ്ങൾക്ക് ഞാൻ ഈശോയെ തരുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ഞാൻ കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും എനിക്ക് നല്ലൊരു അവസരമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും തരുന്ന ആ ഈശോയെ തരുമ്പം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സന്തോഷമാണ്. ഞാൻ ഈശോയെ അവർക്ക് കൊടുത്തു, ഈശോ അവരുടെ ഹൃദയത്തിലായിരിക്കുന്നു. ഈ അവസരത്തിൽ ഈശോയെ അവരെ രക്ഷിക്കണമേ, അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ചെറിയ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഞാൻ ഉരുവിടുന്നുണ്ട്. അപ്പോൾ ഈ കർത്തവ്യം അച്ഛൻ തന്നതിനെ ഓർത്ത് ഞാൻ അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇവിടെ പ്രത്യേകമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് ഇവിടെ വരുവാനും ഞങ്ങൾ ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് വരുന്നതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും എല്ലാ അവസരം തന്ന വികാരിയച്ഛന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടി. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരുന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് അവസരം തന്നു. അതിനെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കൈക്കാരന്മാർക്ക്, കമ്മിറ്റിക്കാർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ വരണമെങ്കിൽ എനിക്ക് റൈഡ് വേണമായിരുന്നു. ഒരിക്കൽ പോലും അതിനു വേണ്ടിയിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. സിസ്റ്റേഴ്സ് 2 പേരും പള്ളിയിലും മറ്റുള്ള ഞങ്ങൾക്ക് വേറൊരു പള്ളിയും കൂടെ ഉണ്ട്, സെൻറ്റ് വിൻസെൻ്റ് പോൾ. അപ്പോൾ അവിടെ പോകാനും അവരുടെ കാറ്റഗിസം പഠിപ്പിക്കാനും സിസ്റ്റേഴ്സ് അവിടെ നിർവഹിയായിരിക്കുന്നു. ആ സമയത്ത് ജെയിംസ് ചേട്ടനാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കെല്ലാം എനിക്ക് വേണ്ടിയിട്ട് റൈഡ് തന്നുകൊണ്ടിരുന്നത് ജെയിംസ് ചേട്ടനാണ്. അതോടൊപ്പം തന്നെ ഹാരിസൺ, അങ്ങനെ പലരും ഉണ്ട്. എല്ലാവരെയും ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അത്യാവശ്യം പക്ഷെ വളരെ സഹായസന്നദ്ധരായിട്ട് എപ്പോഴും മുന്നോട്ട് വരികയും എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഇവിടെ കൊണ്ടാകുകയും വളരെ ഉത്തരവാദിത്വപൂർവ്വം സിസ്റ്ററിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഫംഗ്ഷൻ കുർബാന കഴിയുമ്പോഴത്തേക്ക് എന്നെ വേഗം ഉടനെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിൻസെൻ്റ് പോളിൽ വേദപാഠം കാറ്റഗിസം പഠിപ്പിക്കുന്നതിന് പെട്ടെന്ന് പോകേണ്ടി വന്നുകൊണ്ട് ആരെങ്കിലും ഏർപ്പെടുത്തി തരും എനിക്ക് ഡ്രൈവിങ്ങിനായിട്ട്. അങ്ങനെ ജെയിംസ് ചേട്ടന് ചെയ്ത ഈ ഉത്തരവാദിത്വത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഓരോരുത്തർക്കും. അതുപോലെ ഇവിടെ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ വളരെ ഹാർദവുമായിട്ട് എന്നെ സ്വീകരിക്കുകയും എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന എല്ലാ ഇടവകങ്ങൾക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സന്തോഷം എന്നും ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് അച്ഛനെയും ഡീക്കൻ, അതോടൊപ്പം തന്നെ അടുത്ത വർഷം വൈദിക വട്ടത്തിന് ഒരുങ്ങുന്ന അച്ഛന് ഡീക്കനെ ഞാൻ പ്രത്യേകമായി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.